തമാശ പറയില്ല. അല്ല അപ്പൊ നമുക്ക് അടുത്ത ഡയമെൻഷനിലേക്ക് പോകാൻ പറ്റും. ഇതുകൊണ്ട് ഡയമെൻഷനിക്കൊന്നും പോകാൻ പറ്റൂല. എന്താ ഇത് ജീവിക്കുന്ന ഡയമെൻഷൻ എന്ന് പറഞ്ഞാണ്ടല്ലോ, അനക്ക് എന്താ പറയാ, ഇതാണ് എന്റെ ഡയമെൻഷൻ. ഇതിന് എനിക്ക് വേറെ ഡയമെൻഷനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്നെങ്കിലും മരിച്ച് ചിലപ്പോ വെച്ച് പുനർജനിക്കണം. വേറെ ഡയമെൻഷനിൽ പുനർജനിച്ച് വേറെ ഗാലക്സിയിലോ വേറെ അങ്ങനെ എന്തെങ്കിലും പറയുന്ന പോലത്തെ ഡയമെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിലേ എനിക്ക് ഇതിപ്പോ എന്റെ തേർഡ് ഡയമെൻഷനാ. ഇതിലെനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. എന്റെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയമെൻഷനിൽ ഒതുങ്ങിയതാണ്. ഈ ഒതുങ്ങിയ സ്റ്റേറ്റിൽ എനിക്ക് ചിന്തിക്കാനുള്ള കഴിവും ഇതിലെനിക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള കഴിവുള്ളൂ. വേറെ ഡയമെൻഷനിൽ ഒരിക്കലും എനിക്ക് പോകാൻ കഴിയില്ല. അല്ല നമുക്ക് ഭാവിയിൽ പോകാൻ കഴിയില്ല. ഭാവി പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണേ? മരിച്ചു കഴിഞ്ഞാലോ? മരിച്ചു കഴിഞ്ഞാലല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ടൈം മെഷീൻ അങ്ങനെ സംഭവമൊന്നുമില്ല, നടക്കൂല. ടൈം എന്ന് പറഞ്ഞാൽ അതന്നെ, അതൊക്കെ നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ആണ്. ശരിക്കും ടൈം നിലനിൽക്കണില്ല. അത് മനസ്സിലാക്കണം. ഈ സമയം എന്ന് പറഞ്ഞ സാധനം ശരിക്കും നിലനിൽക്കുന്ന സാധനമല്ല. അത് നമ്മളൊരു മെന്റലി ഒരു ഭാഗമാണ് അതൊക്കെ. നമ്മുടെ ബോധത്തും നമ്മുടെ ബോധമുണ്ട്, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധം, നമ്മൾ ഈ കണ്ടും കേട്ട് ഈ നമ്മൾ ചെറുപ്പം മുതൽ ഇപ്പം വരെ ജീവിച്ചതിൽ വെച്ച് നമ്മൾ കണ്ടും കേട്ടുള്ള അറിവുകളില്ലേ, അതൊക്കെ ശേഖരിച്ച് വെച്ചൊരു റിയാലിറ്റിയാണ് നമ്മളെ ലോകം എന്ന് പറയുന്നത്. അത്ര ഉള്ളത്. അതിന് സമയമുണ്ട്, എല്ലതും ഉണ്ട്. അതാണ്. അതിന് എനിക്ക് പുറത്തു പോകാൻ കഴിയൂല. അത് കഴിയും. എനിക്ക് തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാനേ കഴിയുള്ളൂ ഇതെന്താണെന്നും ഇതെന്തിന്റെ ഭാഗമാണെന്നും. അത് എനിക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവുള്ളൂ. അല്ലാതെ എനിക്ക് അതിന് ഒരിക്കലും വേറെ ഡയമെൻഷനിക്കൊന്നും എനിക്ക് പോകാൻ കഴിയില്ല. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതന്നെ ഉള്ളൂ. എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പുനർജന്മം എന്ന സാധനം ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഇല്ല സംഭവം. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിയില്ല. മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഈ ശരീരമല്ലേ, എന്റെ ഭൗതികമായ ശരീരം മാത്രം നഷ്ടപ്പെട്ടു പോകുള്ളൂ. പക്ഷെ ഇജി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ വിളിക്കുന്ന ഷാമില് അല്ലെങ്കിൽ എന്റെ ഒരു ഭൗതികമായ ഒരു ശരീരം ഇതിനാണ് ഞാൻ ഈ പേരിട്ട് വിളിക്കുന്നത്. ആ ശരീരം നഷ്ടപ്പെട്ടു പോണുള്ളൂ. പക്ഷെ ശരിക്കും യഥാർത്ഥ ഇജി ഒരിക്കലും മരിക്കില്ല. അതാണ്. അത് ഒരിക്കലും മരിക്കൂല. അതിങ്ങനെ ഇതിങ്ങനെ എന്താ പറയാ, അതിങ്ങനെ സാറ് എന്താ ഇതങ്ങനെ ശരിക്കും അതൊന്നും ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിയ ഒരാളെ കഴിയില്ല. അതൊക്കെ തിരിച്ചറിവ് വരാണ്ട്. അത് തിരിച്ചറിവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിനടുത്ത് വേറെ പ്രപഞ്ചം പറയണ്ടേ? പ്രപഞ്ചങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പ്രപഞ്ചല്ല, ആകെ ഒറ്റൊരു പ്രപഞ്ചമുള്ളത്. ഈ പ്രപഞ്ചം പറഞ്ഞാൽ അനന്താണ്, ഇൻഫിനിറ്റ് ഇതാണ്. അതിൽ ഒരുപാട് ഗാലക്സീസ്, ഒരുപാട് ഗ്രഹങ്ങൾ, സംഭവങ്ങളുണ്ട്. അല്ല അപ്പൊ നമ്മളതേപോലത്തെ വേറെ ആൾ അവിടെ ഉണ്ട്, അതേപോലെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അത് നടക്കുന്നുണ്ട്. എടാ ഇജി തന്നെയാണ് ഇത് മൊത്തമുള്ളത്. ഇജി തന്നെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അത് ഇജിന്നല്ല, ഞാനും ഇജു ഈ കാണുന്ന നടക്കുന്ന ആൾക്കാര് മൊത്തം ഈ ജീവജാലങ്ങൾ, ആൾക്കാരല്ല. ഈ പട്ടി, പൂച്ച, ഇതൊക്കെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇതൊന്ന് സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കി. എന്റെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് നോക്കി. എത്ര ബാക്ടീരിയസ് എന്റെ സ്കിന്നിലുണ്ട്, എത്ര ബാക്ടീരിയസ് ഉണ്ട്. അതേപോലെ സൂക്ഷ്മ ലോകം ഇതൊന്ന് ചിന്തിക്കും. സൂക്ഷ്മ ലോകം, മഹാലോകം പറഞ്ഞ രണ്ട് ലോകം ചിന്തിച്ചു നോക്കി. സൂക്ഷ്മ ലോകം എന്ന് പറഞ്ഞാൽ എന്റെ മൈക്രോസ്കോപ്പിച്ച് വെച്ച് നോക്കില്ലേ എത്ര ജീവജാലങ്ങൾ എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇജി എന്ന് പറഞ്ഞ ജീവിയല്ല. അത് കഴിഞ്ഞിട്ട് എത്ര ബാക്ടീരിയസ് എന്റെ ശരീരത്തിൽ എന്റെ പ്രതിരോധത്തിനായിട്ടും അതിനായിട്ട് ഇതിനായിട്ടും എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഓലൊരു ലോകം തന്നെ എന്റെ ശരീരത്തിലുണ്ട്. അതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. ഓല പുറത്തുള്ള ലോകമുണ്ട്. അതായത് എന്റെ പുറത്തുള്ള ലോകം. അതാണ് ഈ യൂണിവേഴ്സ്. ഇതൊക്കെ എടുക്കുക, ചന്ദ്രനും ഈ ചൊവ്വയും ഇതൊക്കെ ഉള്ള ലോകം. അതും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണിത്? ഇത് എവിടെ കിടക്കുന്നത്? ഒക്കെ അന്നിൽ തന്നെയാണ്, എന്റെ ശരീരത്തിൽ തന്നെയാണ് കിടക്കുന്നത് ഒക്കെ. അതുപോലെ തന്നെയാണ് എന്റെ ശരീരവും, അതുപോലെ തന്നെയാണ് ഇവന്റെ ശരീരവും. അപ്പൊ എന്താണ് സംഭവം? സംഭവം എല്ലതും എന്താ പറയാ ഇതന്നെയാണ് മൊത്തത്തില് പ്രപഞ്ചം. നമ്മള് ഫുള്ള് കണക്റ്റഡാണ്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് കാണുന്നത് എന്താ വെച്ചാല് അതിപ്പോ എനിക്കിപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. അത് അങ്ങനെയാണ് സംഭവം. അങ്ങനത്തെ സംഭവം ഉണ്ടായത് കൊണ്ടാണ് ഇത് എനിക്ക് ഇതിങ്ങനെ കാണുന്നതും മനസ്സിലായോ? പറഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാവില്ല. ഒന്നും വിചാരിക്കണ്ട, അത്രേ ഉള്ളൂ. എൻജോയ് ചെയ്യാ. ഈ ഭൂമി എൻജോയ് ചെയ്യാ, സ്നേഹിക്കുക, എൻജോയ് ചെയ്യുക, വൈബാക്കുക. അത്രേ ഉള്ളൂ. എല്ലാരും മരിക്കും. ഏത് പാർട്ടിക്കാരനായാലും, ഏത് പ്രധാനമന്ത്രി ആയാലും വേണ്ടില്ല, ഏത് വലിയ ആരായാലും വേണ്ടില്ല, എല്ലാരും എന്താ പറയാ ഒരു നാൾ ഈ ഭൗതികതൊക്കെ വിട്ടിട്ട് പോലുള്ള ആൾക്കാരാണ്. അത്ര വിചാരിച്ചാൽ മതി. അത്ര ഉള്ളു സംഭവം.